അനസൂയ, നീ ആ കസേരയിൽ പോയിരുന്നേ. അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? അർജുൻ സാറിന്റെ കൂടെ ഇരിക്കേണ്ടത് ഞാനാ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. അവിടെ ഇരുന്ന് നിനക്ക് കഴിച്ചാൽ എന്താ? ആഹാരം ഇറങ്ങൂലേ? അനസൂയ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സൗകര്യമില്ലെങ്കിലോ? ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അവളോട് ഇരുന്നെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? സംഭവിക്കുന്നത് എന്താണെങ്കിലും അത് വേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. ഭർത്താവിന്റെ അടുത്തിരിക്കേണ്ടത് ഭാര്യയാ, അല്ലാതെ മുറപ്പെണ്ണല്ല. പോളെ, വെറുതെ ആഹാരത്തിന് മുന്നിലിരുന്ന് വഴക്കുണ്ടാക്കാതെ നീ മാറിക്കൊടുക്ക്. ഐശ്വര്യ ഇവിടെ ഇരിക്കട്ടെ. ഭർത്താവിന്റെ അടുത്തിരുന്നാലേ ആഹാരം ഇറങ്ങൂന്ന് പറയുന്നതേ ഇത്തിരി കൂടുതലാ. അവരുടെ വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോ ഇങ്ങനൊക്കെ തന്നെയാ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും നീലിമ ഭദ്രന്റെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നേ. അതുപോലെ തന്നെ ഇതും. അയ്യോ, എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. ഞാൻ വേണമെങ്കിലേ തറയിലിരുന്ന് കഴിച്ചോളാം. ദേ, എനിക്ക് മറ്റാരുടെ കാര്യം അറിയണ്ട. ഞാൻ പറയുന്നത് എന്റെയും എന്റെ ഭർത്താവിന്റെയും, അതായത് എന്റെ കുടുംബകാര്യ. ദേ, നീ ഇപ്പൊ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു മാറ്റും. അത് നീ വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് പിടിച്ചു മാറ്റിക്കേ, ഞാനൊന്ന് കാണട്ടെ. എടി, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? എണീക്കടിങ്ങോട്ട്, മാറി അങ്ങോട്ട്. എടി, വിട്ടേ. നിന്നോടല്ലേ പറഞ്ഞ മാറാൻ? മാറാനാ പറഞ്ഞ. എന്താ ഇത്? മാറടി. എടി, എടി മാറാൻ, മാറാനടി നിന്നോട് പറഞ്ഞ. മാറടി. ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിക്കാനാ. എനിക്ക് ആഹാരം തരാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനല്ല. മനുഷ്യനിവിടെ വിശന്ന് എന്തെങ്കിലും കഴിക്കാൻ വന്നിരിക്കുമ്പോ അവിടെയും നിന്റെയൊക്കെ അഹങ്കാരം കാണണോ ഞാൻ? ഇതൊന്നും നിന്റെ കുറ്റമല്ല. കുപ്പത്തൊട്ടിയിൽ നിന്ന് സൗകര്യത്തിലേക്ക് വന്നപ്പോ നിന്റെ ആ പഴയ സ്വഭാവം അറിയാതെ പുറത്തു വരുന്നതാ. കൂടുതൽ അഹങ്കാരം കാണിച്ചാ പിടിച്ച് പുറത്തു തള്ളും ഞാൻ.